കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാസർഗോഡ് RK മാളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് വി മനോജ് കുമാർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി തൂണുകളിലെ കേബിൾ വലിക്കുന്നതിന്റെ വാടക സംബന്ധിച്ചുള്ള ഹൈക്കോടതി വിധി നടപ്പിലാക്കുവാൻ KCBL തയ്യാറാകണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. അടിപതരാത്തൊരു പ്രസ്ഥാനോ അതാണ് നമ്മുടെ പ്രസ്ഥാനോ. കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കാസർഗോഡ് ജില്ലാ സമ്മേളനം കാസർഗോഡ് RK മാളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് വി മനോജ് കുമാർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. COA സ്ഥാപക നേതാവ് NH അൻവറിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടി.വി. വ്യവസായം ആരംഭിക്കുന്നത് നിങ്ങൾക്കറിയാം, ആദ്യത്തെ ഗൾഫ് യുദ്ധ സമയത്താണ്. അമേരിക്ക ഇറാഖിനെ ആക്രമിക്കുന്ന സമയം, അതിനു മുമ്പ് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച സമയം. ആ സമയത്താണ് കേരളത്തിൽ കേബിൾ ടി.വി. വ്യവസായം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രചാരം കിട്ടുന്നത്. കാരണം ആ ഗൾഫ് യുദ്ധ വാർത്തകളുമായി CNN പോലുള്ള BBC പോലുള്ള അന്താരാഷ്ട്ര ചാനലുകൾ ആ ഗൾഫ് യുദ്ധ വാർത്ത ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കാണുന്നതിനായി അന്ന് ആളുകൾക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നത് കൊണ്ട് അന്ന് പ്രചാരത്തിലില്ലായിരുന്ന കേബിൾ ടി.വി.യുടെ സേവനത്തെ വിപുലപ്പെടുത്താൻ ആ യുദ്ധം സഹായകരമായിട്ടുണ്ട്. അങ്ങനെ 1990കളിൽ ആരംഭിച്ച കേബിൾ ടി.വി. വ്യവസായം അതിനുശേഷം ഈ മേഖലയിലേക്ക് ആദ്യം 1992-93 കാലഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ചാനൽ ആരംഭിക്കുന്നു. പിന്നീട് അതിനുശേഷം അതിന്റെ തുടർച്ചയായി ACV എന്ന കമ്പനി കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. അങ്ങനെയാണ് ചരിത്രപരമായ ഒരു പോരാട്ടത്തിന് നാം തുടക്കം. നമ്മുടെ നാട്ടിലേക്ക് ആദ്യമായി കടന്നു വന്ന കോർപ്പറേറ്റ് സ്വഭാവമുള്ള ഒരു കമ്പനിയാണ് ACV എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ തുരുത്തുകളിൽ സ്വതന്ത്രമായി നെറ്റ്വർക്കുകൾ നടത്തിക്കൊണ്ടിരുന്നവരായിരുന്നു കേരളത്തിലെ ചെറുകിട മേഖലയിലെ കേബിൾ ടി.വി. ഓപ്പറേറ്റർമാരിൽ ഭൂരിപക്ഷം. നമ്മുടെയൊക്കെ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ സമാഹരിച്ചുകൊണ്ട് അന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്ന ഡിജിറ്റലൈസേഷൻ എന്ന വലിയ പ്രക്രിയ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് എന്ന KCCL എന്ന നമ്മുടെ പബ്ലിക് സെക്ടർ കമ്പനിക്ക് നമ്മൾ രൂപം കൊടുത്തപ്പോ ഒരു മൾട്ടി സിസ്റ്റം ഓപ്പറേറ്റർ എന്ന ലൈസൻസ് KCCL കമ്പനി കരസ്ഥമാക്കിയപ്പോ അന്നു മുതൽ നമ്മൾ ഒരു മൾട്ടി സിസ്റ്റം ഓപ്പറേറ്റർമാരായി മാറി. ആ KCCL എന്ന കമ്പനിക്ക് രൂപം കൊടുത്ത അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത തുടക്കക്കാരിൽ പ്രഥമസ്ഥാനീയനാണ് നമ്മുടെ
പ്രിയങ്കരനായ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ കേരളത്തിന്റെ മൊത്തം കേബിൾ TV ഓപ്പറേറ്റർമാരുടെ അഭിമാനമായ ശ്രീ NH അൻവർ, കേരള വിഷന്റെ ഓഹരി ഉടമകളിൽ അതിന്റെ ഫോളിയോ നമ്പർ 1 അൻവർക്കയുടെ പേരിലാണ്. ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബൈജുരാജ് CP അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അനിൽ വാഴുന്നോറടി, തിടമ്പ് നൃത്തത്തിനുള്ള ഫോക്ലോർ അവാർഡ് നേടിയ ഉപേന്ദ്ര അക്കിത്തായ എന്നീ ഓപ്പറേറ്റർമാരെ സമ്മേളനത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ P വിനോദ് സാമ്പത്തിക റിപ്പോർട്ടും, K രഘുനാഥ് ഓഡിറ്റ് റിപ്പോർട്ടും, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K വിജയകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, KCCL ഡയറക്ടർ K പ്രദീപ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗവും KCCL ഡയറക്ടറുമായ M ലോഹിതാക്ഷൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K പാക്കം, CCN ചെയർമാൻ K പ്രദീപ് കുമാർ, CCN MD TV മോഹനൻ, മേഖലാ ഭാരവാഹികളായ പാർത്ഥസാരഥി, പ്രകാശൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ ഷുക്കൂർ കോളിക്കര സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് കേരള വിഷൻ മംഗലാപുരത്ത് പുതുതായി ആരംഭിച്ച ബ്രോഡ്ബാൻഡ് വിതരണ സ്ഥാപനമായ KCCL കൂഡ്ലയുടെ ലോഗോ പ്രകാശനവും നടന്നു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. 182 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. വൈദ്യുതി തൂണുകളിലെ കേബിൾ വലിക്കുന്നതിന്റെ വാടക സംബന്ധിച്ചുള്ള റോ പ്രകാരം നിശ്ചയിച്ച 100 രൂപയുടെ ഹൈക്കോടതി വിധി നടപ്പിലാക്കുവാൻ KCBL തയ്യാറാകണമെന്നും കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് തൊഴിൽ സുരക്ഷയും ക്ഷേമനിധിയും നടപ്പിലാക്കണമെന്നും ജില്ലാ പ്രാദേശിക ചാനലുകൾക്ക് PRD അഫിലിയേഷൻ ലഭ്യമാക്കണമെന്നും കാസർഗോഡ് ജില്ലയിലൂടെ കടന്നുപോകുന്ന NH66ന്റെ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നും സമ്മേളനത്തിൽ പ്രമേയമായി അവതരിപ്പിക്കപ്പെട്ടു. COA ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി മനോജ് കുമാർ VVയെ പ്രസിഡന്റായും, ഗിരീഷ് കുമാറിനെ വൈസ് പ്രസിഡന്റായും, ഹരീഷ് P നായരെ സെക്രട്ടറിയായും, സുനിൽ കുമാർ Kയെ ജോയിന്റ് സെക്രട്ടറിയായും, വിനോദ് Pയെ ട്രഷററായും തിരഞ്ഞെടുത്തു. പ്രദീപ് കുമാർ K, ദിവാകര K എന്നിവരാണ് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.